എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഫോർട്ട് കൊച്ചി തന്നെയുള്ളൊരു നമ്മുടെ ഒരു നല്ലൊരു ഹാൻഡിക്രാഫ്റ്റ് അങ്ങനെ ഒരു കടയിലോട്ട് നമ്മൾ വന്നേക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയാമല്ലോ, നമ്മൾ ബ്ലൂ സീ വിഷൻ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം, കാണുക, എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ കടയുടെ ഞങ്ങളുടെ ഒരു ഇക്കയുണ്ട്, ഫറൂഖ് ഇക്ക എന്ന് പറഞ്ഞ്, നമ്മൾ ഇക്കാനെ കാണാൻ വേണ്ടി പോണെയാണ്. നമ്മളിപ്പോ കടയിലോട്ട് കയറാൻ പോവാണ്. അപ്പൊ എല്ലാവരും വാച്ച് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, ഹലോ ഗൈസ്. നമ്മുടെ ഏറ്റവും വലിയൊരു പടം, നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ തനിമ വിളിച്ചു പോകുന്ന ഒരു സംഭവമാണ് നെറ്റിപ്പട്ടം. കണ്ട അടിപൊളിയില്ല സംഭവം. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ മലയാളികളുടെ ഒരു ഹരമാണ് സംഭവം. കാരണം ഇത് കണ്ട മലയാളികളുടെ ഇതാണോ ഏറ്റവും വലുത്? ഇതില് അതിന്റെ വലുതുണ്ട്, 3 അടിയിലൊക്കെ ഉണ്ടല്ലേ. അത് നമുക്ക് തൂക്കിയിടാനുള്ള സ്ഥലമില്ലാത്തോണ്ടാണ് നമ്മൾ ആദ്യം. പിന്നെ നമ്മൾ നമ്മൾ അതിന്റെ തന്നെ നമുക്ക് മറ്റേ വണ്ടിയിലൊക്കെ ഇടാവുന്ന ടൈപ്പ് കണ്ട ഗൈസ്. ചെറുതുണ്ട് ഗൈസ്. ഏറ്റവും ചെറുത് 2.5 അല്ലേ? 2 ഇഞ്ച് മുതൽ അതൊരു 4 അടി 3 അടി 4 അടി 3 അടി വരെ വരും. നമ്മളേ ഈ ഡ്രസ്സുകളിലൊക്കെ ഒരു ഇതുണ്ടല്ലോ, ഇത് കാശ്മീർ അങ്ങനെ അങ്ങനെ ഇത് പല പല വെറൈറ്റീസ് ഇവിടെ ഉണ്ടാവും. പല ലേഡീസ് ഇതൊക്കെ കണ്ടില്ലേ, നമ്മുടെ ചാർലി എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട്. ചാർലി സിനിമ, ദുൽഖറിന്റെ സിനിമയിൽ വരുന്ന ആ മോഡലാണ് അതെല്ലാം. 3-4 പേരുണ്ട്. ചാർലി എന്ന് മലയാളികൾ ഇപ്പൊ പറയുന്നു, ആരബ് പെയിന്റ് ഉണ്ടെന്ന്, അലിബാബ, അങ്ങനെ പല ചാർലിയുടെ തന്നെ ഇങ്ങനെയുള്ള ഈ തൊപ്പി വെച്ച മോഡൽ അതുണ്ടാവും. ഇതെല്ലാം അതിൽ പെട്ടതാണ്. തൊപ്പി ഈ നമുക്കിങ്ങനെ മേലെ കൂടി ഇടാവുന്ന ടൈപ്പ്, ശരിക്കും ആ ഫിലിമിൽ യൂസ് ചെയ്യുന്ന ഐറ്റം ആണല്ലേ. അതിങ്ങനെ മേലെ കൂടി ഓപ്പൺ ആയിട്ടിടാം. ഇത് പല പല കളേഴ്സും വരും. വൈറ്റ് ഉണ്ടാവും, ഓപ്പൺ ആക്കി ഇടാം, എല്ലാവർക്കും ഇടാം. കൈയല്ല ടൈപ്പ്, അങ്ങനെയാണ് അതിന്റെ ഓപ്പൺ ആക്കി ഇടുന്നത്. അല്ല അങ്ങനെ അങ്ങനെ കൈ താത്തി ചുമ്മാ നീ ചുമ്മാ കണ്ടില്ലേ, ഇങ്ങനെ ശരിക്കും പോഞ്ചോ എന്ന് പറയുന്നത്. ചാർലിയുടെ ആ മോഡൽ ടൈപ്പ്. പിന്നെ അതിന്റെ പാന്റും വരും, പാന്റായിട്ട് സെറ്റ് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതാണ് അതിന്റെ പല പല കളേഴ്സ് ഉണ്ട്. സെറ്റ് ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം. ചൂടുണ്ടോ? ചൂട് അത് ചൂട് കുറച്ചുണ്ടാവും നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ച്. പക്ഷെ നമുക്ക് മലയോര മേഖല ഇപ്പൊ നിങ്ങളുടെ നാട്ടിലൊക്കെ പോകണമെങ്കിൽ അതിന് അടിപൊളിയാണ്. മൂന്നാറൊക്കെ പോകുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു ഐറ്റമാണ്. കണ്ടില്ലേ, കുളു, മണാലി, കാശ്മീരൊക്കെ പോകുന്നവരൊക്കെ കൊണ്ടുപോകുന്ന അങ്ങനത്തെ ഐറ്റമാണ്. ഒരു വെറൈറ്റി ഐറ്റമാണ്. കൊച്ചിയിൽ വരുന്ന എവർഗ്രീൻ ആയിട്ട് കോർണറും ഇന്ത്യൻസ് എല്ലാവരും കൊണ്ടുവന്ന സിമ്പിൾ നമ്മുടെ സാധാ പാന്റ് പോലെ ഇടുന്ന ലൂസ് ടൈപ്പിൽ വരുന്ന സൈസ് വരും. ഈ മോഡൽ ഇതിൽ തന്നെ യൂണിസെക്സ് ആണ് ഈ വരുന്ന മോഡൽ. അത് ഫ്രണ്ട് ഇതുപോലത്തെ പാൻസ് ഒക്കെ വരുന്ന മോഡൽ, അത് വെറൈറ്റീസ് ആണ്. അതിന്റെ തന്നെ കുർത്തയാണ് നമുക്ക് കൂടെ വരുന്നത്. നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്, കെട്ടിവെക്കാനുള്ള സംവിധാനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്ന സംഭവമാണ് കേട്ടോ. അതിന്റെ പക്ക വെറൈറ്റി കേട്ടോ. അതിന്റെ തന്നെ ആ മോഡലിൽ തന്നെ വരുന്ന ഷർട്ട് വരും, കുർത്തകൾ വരും. ചൂടുണ്ടാവും. ഇത് വലിയ കുഴപ്പമുണ്ടാവില്ല, ഇത് അത്ര ചൂട് വരില്ല. അത്ര മറ്റേ മെറ്റീരിയൽ പോലത്തെ മെറ്റീരിയൽ, ജൂട്ട് പോലത്തെ മെറ്റീരിയൽ അല്ല. അതെല്ലാം ഒരു വെറൈറ്റി ആയിട്ടും അതിന്റെ മോഡൽ. അതിൽ തന്നെ ഈ മോഡൽ, ഇതെല്ലാം ചാർലിയുടെ മോഡലാണ്. ഒരുപാട് പല സൈസ് കളറും ഇതൊക്കെ വരും. വേറെ മോഡലുണ്ട്, അത് പ്ലെയിൻ വരുന്നുണ്ട്, കോട്ടൺ ഉണ്ട്, റയോൺ ഉണ്ട്, ഇതൊക്കെ മൾട്ടി കളർ ടൈപ്പാണ്. ഇതൊരു മോഡലാണ്. എല്ലാം പല പല വെറൈറ്റീസ് ആണ്. പിന്നെ ആനയുടെ വരുന്നത് ഫോറിനേഴ്സ് കുറച്ച് പ്രൈസ് ആണ്. ആനയോട് ആന വരുന്നത് ഈ ഓം വരുന്നതിനോട് വേറെ പ്രൈസാണ്. ഓം വരുന്നത് പിന്നെ ലേഡീസും പലാസോസ് ആണ്. ലേഡീസ് മാത്രമുള്ളതാണ് പലാസോ. ലേഡീസിന്റെ സ്കേർട്ടുകൾ പുതിയ പുതിയ മോഡൽ സ്കേർട്ടുകൾ വരും. അത് അങ്ങനെ വർക്ക് ചെയ്ത് കോബ വർക്ക് തന്നെ പറയും. പിന്നെ ഈ മോഡലല്ല, അങ്ങനത്തെ ഫോറിനേഴ്സ് എല്ലാം എടുക്കുന്ന അങ്ങനത്തെ ഒരു ഐറ്റമാണ് നമ്മളെ. അതിൽ പെട്ടാണ് അതിൻ്റെ ഒരു മോഡലാണ്. ഇതിൽ പലാസോ ഉണ്ട്, അതിൽ തന്നെ ഇതിൻ്റെ സ്കേർട്ടും വരുന്നുണ്ട്. പിന്നെ ഈ മോഡലിൻ്റെ സ്കേർട്ടും ഉണ്ടാവും. ആ മോഡലുള്ള സ്കേർട്ട് ഉണ്ടാവും. ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ഞങ്ങളിവിടെ ഡിസ്പ്ലേയിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് കഫ്താൻ മോഡൽ ഐറ്റംസ്, കുറച്ച് വെറൈറ്റി ഐറ്റംസ്.
ഇതൊക്കെ ഫോറിനേഴ്സിന് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? ഫോറിനേഴ്സ് വായ്പ അവർക്ക് യൂറോപ്യൻസ് കൂടുതൽ താല്പര്യം നിങ്ങളുടെ ടോപ്പുകൾ. ഇപ്പോൾ നമ്മൾ മലയാളം ഇന്ത്യൻസ് കൊണ്ടുപോകാറുണ്ട് അല്ലേ? ഈ ഐറ്റംസ് ഒക്കെ അതിൽ പെട്ടാണ്. കുർത്തീസും പല പല മോഡൽ ഈ ഡ്രസ്സ് ഇതൊക്കെ നമ്മൾ ഈ പണ്ട് കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ നമുക്കൊരു എക്സ്പീരിയൻസ് അല്ലടാ. ഇത് ഇങ്ങനെയുള്ള സ്ലീവ്ലെസ് ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻസ് കൂടുതൽ ഉണ്ടാവും. അടിപൊളിയുണ്ട് അല്ലേ? അങ്ങനെയുള്ള മോഡലുകൾ ലേഡീസ് ഫ്രീ സൈസിൽ വരുന്നതാണല്ല, എല്ലാം ഫ്രീ സൈസ്. കുട്ടികളുടെ ഉണ്ട്, കുട്ടികളുടെ ആ മോഡലുണ്ട്, ട്രൈ ചെയ്യുന്ന മോഡലുണ്ട്. പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് അതുപോലെ തന്നെ ചെറിയ ചെറിയ ആ മോഡൽ ഡ്രസ്സുകളുണ്ടാവും കുട്ടികളുടെ. വിദേശികളും സ്വദേശികളൊക്കെ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതൊക്കെ ഒരു വെറൈറ്റി ഐറ്റം നോർമൽ നമ്മുടെ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ വരാത്ത ഒരു ഐറ്റം ഐറ്റം. അതിന് ടോപ്പുണ്ട്, ടൂപ്പാണ് തന്നെ. പിന്നെ കുർത്തി ഇതൊരു വെറൈറ്റി ഐറ്റമാണ്. ഇത് നമ്മൾ ലേഡീസിൻ്റെ ആണ്, പക്ഷേ ഇതിൻ്റെ തന്നെ ഞങ്ങളുടെ സ്റ്റിച്ചിങ് ഉണ്ട് ഇതിൻ്റെ ടൈപ്പ്. ഇത് ലേഡീസിൻ്റെ ഇങ്ങനെ റാപ്പ് റൗണ്ട് എന്ന് പറയും, റാപ്പ് ചെയ്ത് കെട്ടണം റാപ്പ് സ്കേർട്ട് എന്ന് പറയും. ടോപ്പ് വേറെ നമുക്ക് ഏത് വേണമെങ്കിലും ഇടാം, വൈറ്റിലിടാം, കളറിലിടാം. ഇത് മെറ്റീരിയൽ തന്നെ നമുക്ക് വേറെ വരുന്നതാണ്. കുർത്തകൾ വരും, അത് ഇതൊക്കെ ഈട്ടി ഇതൊക്കെ വരുന്ന ഈട്ടിയൊക്കെ വരുന്ന നമ്മുടെ 10 ഇഞ്ചൊക്കെ വരുന്നതാണ്. നമ്മുടെ നാടനാണ് പോലെ. ഇത് കുറച്ചുകൂടെ ഇതാണ്, ഇത് കുറച്ച് ഹെവിയാണ്, നല്ല വെയിറ്റ് വരുന്നതാണ്. കാരണം ഇതിൽ വർക്ക് അതിൽ അതേപോലത്തെ വർക്കാണ് വരുന്നത്. കാരണം ഇത് തടിയുടെ കൂടെ പിച്ചളുണ്ട്, സ്റ്റോൺ ഉണ്ട്, ഇതെല്ലാം പിച്ചള വർക്കാണ് തന്നെ. ഇതിൽ പല പല സ്റ്റോൺ ഉണ്ട്, തടിയുണ്ട്, തടിയിൽ പെയിന്റ് ചെയ്തൊക്കെ വരുന്ന ടൈപ്പാണ്. ഇത് എത്ര കൊല്ലം വേണം? 50-100 കൊല്ലം നമുക്ക് ധൈര്യമായിട്ടിരിക്കാം. കാരണം അങ്ങനത്തെ മെറ്റീരിയലാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് പോളിഷ് കൊടുത്ത് ഗ്ലാസ് കൊടുത്ത് പോളിഷ് ചെയ്യാൻ ചെയ്യാം. ബ്രാൻഡിക് ലുക്കിലേക്ക് ഇതൊക്കെ എത്ര കൊല്ലം വേണ്ടി എഴുതുള്ളൂ. ഇതിന്റെ ആ മെറ്റീരിയലും അങ്ങനത്തെ മെറ്റീരിയലാണ്. അതിന്റെ വെയിറ്റ് ഇത് നമുക്ക് നോർമൽ ഫ്ലൈറ്റ് കൊണ്ടുപോയി പണിയാം, വേറെ വെയിറ്റ് ഉണ്ട്. അത് 6 കിലോ ഒക്കെ വരുന്നതാണ്. പിന്നെ ഇത് ഷിപ്പിലൊക്കെ നമുക്ക് പാർസൽ ചെയ്ത് പോകണം. അത്യാവശ്യം നല്ല വില കിട്ടുന്ന ടൈപ്പ് സ്റ്റോൺ വർക്കൊക്കെ ഇതേപോലെ സ്റ്റോൺ വർക്കൊക്കെ വരുന്ന ഒരു വെറൈറ്റി ഐറ്റമാണ്, ഒരു അടിയുടെ ഐറ്റമാണ്. നല്ല പെയിന്റിംഗ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വരുന്ന ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. പുറത്തുനിന്ന് വരുന്നുണ്ട്. ഇപ്പൊ കുറെ ഇവിടെ നമ്മുടെ ഇതാ ഈ ആന ഒരു 4 വർഷം ഉണ്ട് ഇവിടെ തന്നെ. നമുക്ക് ഓൾറെഡി സെയിൽ ആവുന്നുണ്ട്. അതെ, സെയിൽ. പിന്നെ ഇത്ര വലിയ ആനകളൊക്കെ കുറച്ചുകൂടെ കൊല്ലപ്പേ പോകുള്ളൂ. ചെറിയ ആനകളൊക്കെ പെട്ടെന്ന് പോയിട്ട് പിന്നെ അവിടെ തന്നെ സ്പൈസ് ബോക്സ് പോയിട്ട് നമ്മുടെ സ്പൈസസ് സാധനങ്ങളൊക്കെ ഇടുന്ന വെറൈറ്റി ആയിട്ട് സ്പൈസ് നമുക്ക് പിന്നെ അത് കാടമ ഇടാം, പെപ്പർ ഇടാം അല്ലേ? സ്പൈസസ് സംഭവങ്ങളെല്ലാം ഇടാൻ ട്രൈപ്പാണ്. നമുക്കതൊരു ഭംഗിയും കൂടാണ്. നമ്മൾ മറ്റേ നമ്മുടെ കിച്ചണിൽ കൊണ്ട് വെക്കുമ്പോഴാന്ന് പറഞ്ഞാലും ഹാൻഡിക് മോഡൽ ഗ്ലാസ് ആണോ അല്ലെങ്കിൽ ഇത് മറ്റേ സെറാമിക് വുഡിൽ ഇത് വുഡാണ്, ഇത് സെറാമിക്കാണ്. 3 ബോക്സ് സ്റ്റാർട്ടിംഗ് 2 ബോക്സ് 3 4 5 വരെ ഇഷ്ടമുള്ള സാധനങ്ങൾ ആവശ്യമുള്ള ഇങ്ങനെ എടുത്തിട്ട് അല്ല അത് ഞാൻ പറഞ്ഞു 3 ഐറ്റം നമുക്ക് വെച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ പറ്റില്ല. 4ാമത് ഐറ്റം കൊടുക്കും. 4 ഉണ്ട്, 5 ഉണ്ട്, 3 രണ്ടെല്ലാം നമ്മൾ സെയിലാണ്. ഓ ശരി ശരി. 5 ഉണ്ടാവും, 2 ഉണ്ടാവും, അങ്ങനെ പല വെറൈറ്റീസ് ആണ്. നമ്മുടെ നാടൻ ഐറ്റം വലിയ ഐറ്റം അതെല്ലാം വീട്ടിയുടെ തടിയിട്ട് ഇഷ്ടമായിട്ട് കഴിയുന്നുണ്ട്. ഫുഡ് ഉണ്ട്. ഇതിൽ തന്നെ ഇത് ബ്രാസാണ് വരുന്നത്. ക്വാളിറ്റി ഐറ്റം, ഒരു ഹെവി ഐറ്റം ഉണ്ട്. വെയിറ്റൊക്കെ അത്യാവശ്യം നല്ല ബ്രാസിൽ വരുന്നത്. ഇതൊക്കെ ആന്റിക് ലുക്കിലേക്കേ വരുള്ളൂ. എത്ര നാൾ കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് നാൾ കഴിഞ്ഞാൽ ആന്റിക് ലുക്കിലേ വരുള്ളൂ. ആ ലുക്കിൽ പഴയ ലുക്കിലേക്ക് വരും. പല പല വെറൈറ്റീസ് ഇതെല്ലാം മെറ്റലും ബ്രാസിൽ ചെയ്തിട്ടാണ്. അതിൻ്റെ തന്നെ വേറെ വെറൈറ്റീസ് ഉണ്ടാവും. ഇതെല്ലാം ഗ്ലോബ് വാച്ച് ഉണ്ട്. ഇതൊക്കെ പഴയ ഗ്ലോബ് വാച്ച് മോഡൽ. ഗ്ലോബ് വാച്ച് എന്ന് പറയും, ഗ്ലോബ് ക്ലോക്കാണ്. എല്ലാം ആയിരുന്നു ഫുള്ള് ഗ്ലാസും മെറ്റലൊക്കെ വരുന്നത് എല്ലാം. ഇതിന് ഓപ്പൺ ചെയ്ത് നമുക്ക് വർക്കിംഗ് ആണത്. ഓപ്പൺ ചെയ്യാം. കണ്ടില്ലേ പഴയ കോമ്പസ് ഉണ്ടാവും. കോമ്പസ് ഉണ്ടാവും, പഴയതുണ്ടാവും. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഫോട്ടോ വെച്ച് നമ്മുടെ ഇക്കാൻ്റെ കടയിലെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം നമ്മൾ ഇത്രയും നമ്മൾ ഈ വീഡിയോസിൻ്റെ കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും നമ്മളിപ്പോൾ പറഞ്ഞു. പിന്നെ വേറൊരു കേസ് എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുന്ന വഴിയും കാര്യങ്ങളും എല്ലാം ഇക്കാത് എങ്ങനെയൊക്കെ നമ്മുടെ അത് സിമ്പിളാണ്. നമ്മുടെ ഫോട്ടോച്ചി ബീച്ചിലേക്ക് വരുന്ന വഴിയല്ല, എക്സി സിമിറ്റേരി റോഡുണ്ട്. ഫോട്ടോച്ചിയുടെ എല്ലാവരും വരുന്ന ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ്. എല്ലാവരും
ഫോർട്ട് കൊച്ചിയുടെ മോണിമെന്റിൽ പെട്ടെന്ന് സിമ്പിളാണ്. അവിടെ ഗൂഗിളിലിട്ടാൽ ഫോർട്ട് കൊച്ചി ഡെസ്റ്റിൻ റോഡ് കയറുമ്പോൾ തന്നെ ഇവിടെ വരാം. പരേഡ് ഗ്രൗണ്ട് കഴിഞ്ഞാൽ മതി. ഡെസ്റ്റിൻ റോഡിൽ കയറുമ്പോൾ വരുന്ന വഴിയാണ്. സിമ്പിളാണ്, കയറി വരുന്ന ഓൺ ദ വേയിലുള്ള ഷോപ്പാണ്. ഓക്കെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്നത്. നമ്മൾ ഇക്കാന്റെ കടയുടെ പേരും ഡീറ്റെയിൽസ് ഫോൺ നമ്പറും നമ്മൾ വീഡിയോയിൽ താഴെ ഇടുന്നതാണ്. എല്ലാം സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക.